Dear students, welcome to BTech MEDC. ഇന്നത്തെ ഈ സെഷനിൽ S4EC സ്റ്റുഡൻസിന്റെ അനലോഗ് സർക്യൂട്ട്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സൊല്യൂഷൻസ് കണ്ടിന്യൂസ് സിമുലേഷൻ വീഡിയോ ആണ്. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ മോഡ്യൂൾ 4 ജൂലൈ 2021 8 മാർക്സ് ചോദിച്ച ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്നുള്ള ടോപ്പിക്കിനുള്ള ഒരു ക്വസ്റ്റ്യന്റെ ഫുൾ സൊല്യൂഷൻ ആണ്. ഓൾറെഡി നമ്മൾ മോഡ്യൂൾ 4 ഓസിലേറ്റേഴ്സ്, കണ്ടീഷൻ ഫോർ ഓസിലേഷൻ, ദാറ്റ് ഈസ് ബാർഖൗസൻ ക്രൈറ്റീരിയ, അതുപോലെ ഹാർട്ട്ലി ഓസിലേറ്റർ, അതിന്റെ വർക്കിംഗ്, സർക്യൂട്ട് ഡയഗ്രത്തെ കുറിച്ചുള്ള വീഡിയോസ് അപ്ലോഡ് ആണ്, ഒന്ന് വാച്ച് ചെയ്യുക. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഡ്രോ ദ ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് എ ക്രിസ്റ്റൽ, എക്സ്പ്ലെയിൻ ക്രിസ്റ്റൽ ഓസിലേറ്റർ. വെൻ given the parameters of a crystal as Ls is equal to 0.8 Henry, Cs is equal to 0.08 picofarad, Rs equals 5 kilo ohm, and Cp equals 1 picofarad, determine the resonant frequencies. Okay, അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവാം. ഇപ്പോൾ ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ അല്ലെങ്കിൽ സിന്തറ്റിക്കലി മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയൽ കൊണ്ട് മേഡപ്പ് ചെയ്തിട്ടുള്ള ഓസിലേറ്റർ ആണ് ക്രിസ്റ്റൽ ഓസിലേറ്റർ. ജനറലി നമ്മൾ യൂസ് ചെയ്യുന്നത് ക്വാർട്സ് ക്രിസ്റ്റൽ ആണ് ക്രിസ്റ്റൽ ഓസിലേറ്റർ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ഹൈ സ്റ്റെബിലിറ്റി ആണ്. അത് എക്സിബിറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടി പീസോ ഇലക്ട്രിക് എഫക്റ്റ് ആണ്. പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ പീസോ ഇലക്ട്രിക് മെറ്റീരിയലിൽ നമ്മൾ ഏതെങ്കിലും ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ഒരു കറസ്പോണ്ടിങ് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ തിരിച്ച് ഏതെങ്കിലും വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് അതിന്റെ ഡീഫോർമേഷൻസ് ഉണ്ടാവും. അപ്പം നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനകത്ത് ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് ക്രിസ്റ്റൽ ആണ് ഡ്രോ ചെയ്യേണ്ടത്. ഇതൊരു ക്രിസ്റ്റൽ ആണ്, അതിന്റെ ഇക്വലന്റ് സർക്യൂട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലിരിക്കും. അതായത് RLC, അത് സീരീസ് ആയിട്ടും പിന്നെ ഒരു കപ്പാസിറ്റൻസ് പാരലായിട്ടും. ഇപ്പം റെസിസ്റ്റൻസിന് നമ്മൾ R കൊണ്ടും ഇൻഡക്ടറിന് L കൊണ്ടും, ഇതിപ്പം സീരീസ് കപ്പാസിറ്റൻസ് ആയതുകൊണ്ട് CS വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. സഫിക്സ് S ഉണ്ട്. പാരലൽ കപ്പാസിറ്റൻസ് ആയതുകൊണ്ട് CP ഉണ്ട്. ഇതാണ് ആക്ച്വലി ഒരു ക്രിസ്റ്റലിന്റെ ഇക്വലന്റ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഒരു RLC സീരീസ്, അതുമായിട്ട് ഒരു കപ്പാസിറ്റർ പാരലായിട്ട് വരും. ഇനി അതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്, വെൻ ആൻ AC വോൾട്ടേജ് ഈസ് അപ്ലൈഡ് ടു ദ ക്രിസ്റ്റൽ, മീൻസ് ജനറലി നമ്മൾ യൂസ് ചെയ്യുന്നത് ക്വാർട്സ് ക്രിസ്റ്റൽ ആണ്. ഇറ്റ് വൈബ്രേറ്റ്സ് അറ്റ് എ ഫ്രീക്വൻസി ഓഫ് അപ്ലൈഡ് വോൾട്ടേജ്. ഓക്കെ, ഈച്ച് ക്രിസ്റ്റൽ ഹാസ് ഇറ്റ്സ് ഓൺ റെസൊനേറ്റിംഗ് ഫ്രീക്വൻസി. അപ്പോൾ നമ്മൾ ഒരു ക്രിസ്റ്റൽ ഓസിലേറ്ററിലേക്ക് ഒരു AC വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ആ ക്വാർട്സ് ക്രിസ്റ്റല് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും ഒരു ഫ്രീക്വൻസി വെച്ചിട്ട്. അപ്പോൾ ആ ക്രിസ്റ്റലിന്റെ ഫ്രീക്വൻസി പറയുന്നതാണ് നമ്മൾ റെസൊനേറ്റിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം when the applied AC signal is equal to the resonance frequency. ഓക്കെ, നമ്മൾ അപ്ലൈ ചെയ്ത സിഗ്നലിന്റെ ഫ്രീക്വൻസിയും ക്രിസ്റ്റലിന്റെ ഫ്രീക്വൻസി, അതായത് റെസൊണൻസ് ഫ്രീക്വൻസിയും ഈക്വൽ ആവുന്ന കേസിൽ we will get the maximum output. Okay, when an AC signal is applied to the crystal, it starts oscillating. If the applied frequency is equal to resonance frequency, maximum output voltage is obtained. അപ്പോൾ അതാണ് അതിന്റെ വർക്കിംഗ് വരുന്നത്. സർക്യൂട്ട് ഡയഗ്രത്തിനകത്ത് ഇത് ഡയഗ്രം വരയ്ക്കുക. അതിനുശേഷം നമ്മൾ ഏതെങ്കിലും ഒരു AC വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇത് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അതുപോലെ ഇതൊരു ടാങ്ക് സർക്യൂട്ട്, ട്യൂൺഡ് ടാങ്ക് സർക്യൂട്ട് ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ഈ ക്രിസ്റ്റൽ ഓസിലേറ്റർ വിൽ ആക്ട് ആസ് എ ട്യൂൺഡ് സർക്യൂട്ട് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെ അത് ഓസിലേഷൻസ് പ്രൊവൈഡ് ചെയ്യും. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫ്രീക്വൻസിയും ക്രിസ്റ്റലിന്റെ റെസൊണൻസ് ഫ്രീക്വൻസിയും ഈക്വൽ ആവുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് ദ മാക്സിമം ഓസിലേഷൻസ്. ഇനി ഇതിനകത്ത് രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന് സീരീസ് റെസൊണൻസ് ഫ്രീക്വൻസി, അതുപോലെ പാരലൽ റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞ രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. അപ്പം നമ്മളുടെ ക്രിസ്റ്റൽ എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയായിരുന്നു, ഒരു R ഉണ്ട്, പിന്നെ ഒരു L ഉണ്ട്, പിന്നെ ഒരു കപ്പാസിറ്റർ ഉണ്ട്. ദിസ് ഈസ് RL. കപ്പാസിറ്റൻസ് സീരീസ് ആയതുകൊണ്ട് CS. അതിന് പാരലായിട്ട് ഒരു കപ്പാസിറ്റൻസ് ഉണ്ട്, അതിന് നമ്മൾ എന്ത് പറയും, CP കൊണ്ട് ഡിനോട്ട് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഒരു ഇക്വലന്റ് സർക്യൂട്ട് വരുന്നത്. ഓക്കെ, ക്രിസ്റ്റലിന്റെ ഇക്വലന്റ് സർക്യൂട്ട് വരുന്നത്. ഇതിനകത്ത് രണ്ട് റെസൊണൻസ് ഫ്രീക്വൻസീസ് ഉണ്ട്. ഒന്ന് സീരീസ് റെസൊണന്റ് ഫ്രീക്വൻസി. സീരീസ് റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആറും എല്ലും സി ആണല്ലോ സീരീസ് ആയിട്ടുള്ളത്. അതില് ഇപ്പോൾ എല്ലും സിയും വരുമ്പോൾ നമ്മൾ ഇമ്പിഡൻസ് വെച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ,
അപ്പോൾ സീരീസ് റെസൊണൻസ് കണ്ടീഷനിൽ ഇത് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡക്ടറിന്റെ ഇൻഡക്ടൻസിനെ നമ്മൾ അല്ലെങ്കിൽ ഇംപെഡൻസിനെ എക്സൽ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. അതുപോലെ കപ്പാസിറ്റൻസിന്റെ നമ്മൾ എന്തായിട്ട് പറയും എക്സ്. ഇതിപ്പം കപ്പാസിറ്റർ സീരീസ് കണ്ടീഷനാണ്. അപ്പോൾ ഇതിന്റെ ഈ എല്ലിന്റെയും സി എസിന്റെയും റിയാക്ടൻസ് ഓക്കെ ഈക്വൽ വരുന്ന കണ്ടീഷൻ, അതായത് ഈ രണ്ട് ടേമും എന്താണ് സീരീസിലാണ്. അപ്പൊ സീരീസ് റെസൊണൻസ് കണ്ടീഷനിൽ ഇൻഡക്ടറിന്റെ റിയാക്ടൻസ് എക്സൽ ഈസ് ഈക്വൽ ടു കപ്പാസിറ്റൻസിന്റെ റിയാക്ടൻസ് എക്സ് സി എസ് ആയിട്ട് വരും. ഇത് രണ്ടും ഈക്വൽ ആയിട്ട് വരും. അപ്പൊ അതായത് എന്തായിട്ട് വരും, ഇതൊരു പ്യുവർലി റെസിസ്റ്റീവ് ആയിട്ട് വരും. ഇംപെഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുവർലി റെസിസ്റ്റീവ് ആയിട്ട് വരും. എക്സൽ ഈക്വൽ ടു എക്സ് സി എസ് ഇൻ സീരീസ് കണ്ടീഷൻ ബിക്കം പ്യുവർലി റെസിസ്റ്റീവ് ആയിട്ട് വരും. ഓക്കെ, അപ്പൊ ആ സീരീസ് സൈഡിൽ പ്യുവർലി റെസിസ്റ്റീവ് ആയിട്ട് വരും. അപ്പം ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകുന്നത് കൊണ്ട് പ്യുവർലി റെസിസ്റ്റീവ് ആയതുകൊണ്ട് അതൊരു സ്മോളർ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സ്മോളർ വാല്യൂ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിന്റെ ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗീവ് മാക്സിമം ഫ്രീക്വൻസി. കാരണം അതിന്റെ ഓപ്പോസിഷൻ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഓപ്പോസിഷൻ ആണ്. അപ്പം ഓപ്പോസിഷൻ എന്തായിരിക്കും, മിനിമം ആയിരിക്കും. സോ വി വിൽ ഗെറ്റ് മാക്സിമം frequency of oscillation, maximum frequency of oscillation at എന്തായിരിക്കും സീരീസ് റെസൊണന്റ് കണ്ടീഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിസ്റ്റൽ ഓസിലേറ്റർ ചോദിക്കുമ്പോഴത്തേക്ക് സീരീസ് റെസൊണൻസ് ഫ്രീക്വൻസി ഉണ്ട്, അതുപോലെ പാരലൽ റെസൊണൻസ് ഫ്രീക്വൻസി ഉണ്ട്. സീരീസ് റെസൊണൻസ് ഫ്രീക്വൻസി വരുമ്പോഴത്തേക്ക് നമ്മൾ എഴുതേണ്ട കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ റിയാക്ടൻസ് എക്സ്, ഇതിന്റെ റിയാക്ടൻസ് എക്സ് സി എസ് രണ്ടും ഈക്വൽ ആയിട്ട് വരും. അപ്പോൾ ആ ഒരു സൈഡിൽ പ്യൂർലി റെസിസ്റ്റൻസ് ആയിട്ട് വരും. അതൊരു സ്മോളർ വാല്യൂ ആണ്. സോ വിൽ ഗെറ്റ് മാക്സിമം ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ആയിട്ട് സീരീസ് റെസൊണൻസ് കണ്ടീഷൻ. ഇനി അതിന്റെ ഒരു ഫിഗർ ആണ് ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇതിന്റെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സീരീസ് റെസൊണൻസിൽ എന്ത് വരും, എക്സ് എൽ ഈക്വൽസ് എക്സ് സി എസ് ആയിട്ട് വരും. അപ്പം അതിനകത്ത് ഒരു സ്മോളർ വാല്യൂ ആണ് നമുക്ക് മാക്സിമം ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻസ് കിട്ടും. ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, സീരീസ് റെസൊണൻസ് സെക്കൻഡ് എന്തായിരിക്കും, വെരി ഗുഡ്, പാരലൽ റെസൊണൻസ് ഫ്രീക്വൻസി. പാരലൽ റെസൊണൻസ് ഫ്രീക്വൻസി. അപ്പൊ പാരലൽ റെസൊണൻസ് ഫ്രീക്വൻസിയിൽ നമ്മുടെ പാരലൽ ടേംസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പം ഏതായിരിക്കും ഈക്വൽ ആയിട്ട് വരുന്നത്, പാരലൽ റെസൊണൻസ് കണ്ടീഷനിൽ എക്സ് എസ് ഷുഡ് ബി ഈക്വൽ ടു എക്സ് പി ആയിട്ട് വരും. ഓക്കെ, ഇതിന്റെ ഇംപിഡൻസ് എക്സ് പി. അപ്പം സീരീസ് ഇംപിഡൻസ് ഈക്വൽസ് പാരലൽ ഇംപിഡൻസ് ആയിട്ട് വരും. എക്സ് എസ് ഈക്വൽസ് എക്സ് പി ആയിട്ട് വരും കണ്ടീഷൻ. അപ്പം അതിന്റെ കേസിൽ ഇംപിഡൻസ് വാല്യൂ എന്തായിരിക്കും, ഹൈ വാല്യൂ ആയിരിക്കും. ഓക്കെ, ഇംപിഡൻസ് വാല്യൂ വെരി ഹൈ ആയിരിക്കും. അപ്പം അതാണ് ഈ ഫിഗർ കാണിച്ചിരിക്കുന്ന ഈ വേവ് ഫോം. പാരലൽ റെസൊണൻസിന്റെ എക്സ് എക്സ് ഈക്വൽ ടു എക്സ് പി. എക്സ് പി കറസ്പോണ്ട്സ് ടു പാരലൽ കപ്പാസിറ്റൻസിന്റെ ഇംപിഡൻസ് ആണ്. അപ്പോൾ അതിന്റെ ഫ്രീക്വൻസി എഫ് പി ആയിട്ട് വരും. ഇത് സീരീസ് ഫ്രീക്വൻസി എഫ് എസ് ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു വേവ് ഫോം ഡ്രോ ചെയ്യണം. ഇനി ഇതിന് രണ്ടിന്റെയും ഇക്വേഷൻസ് ഉണ്ട്. സീരീസ് റെസൊണൻസിന്റെ ഇക്വേഷന് എഫ് എസ് വെച്ച് ഡിനോട്ട് ചെയ്യുന്നത് സീരീസ് റെസൊണൻസ് ആയതുകൊണ്ട് 1 ഡിവൈഡ് ബൈ 2 പൈ റൂട്ട് എൽ സി എസ് ആണ്. സി എസ് മീൻസ് സീരീസ് കപ്പാസിറ്റൻസ്. ഓക്കെ, സി എസ് സീരീസ് കപ്പാസിറ്റൻസ്, സി എസ് സീരീസ് കപ്പാസിറ്റൻസ്. അപ്പം എഫ് എസ് റെസൊണൻറ്റ് ഫ്രീക്വൻസി സീരീസ് റെസൊണൻറ്റ് ഫ്രീക്വൻസി. അതുപോലെ പാരലൽ റെസൊണൻറ്റ് ഫ്രീക്വൻസി ഇക്വേഷൻ ഉണ്ട്. എഫ് പി ഈക്വൽസ് 1 ബൈ 2 പൈ റൂട്ട് എൽ സി ഇക്വലന്റ് ആണ്. ഓക്കെ, എൽ സി ഇക്വലന്റ് വേർ സി ഇക്വലന്റ് ഈക്വൽസ് സി എസ് സി പി ഡിവൈഡഡ് ബൈ സി എസ് പ്ലസ് സി പി. സി എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സീരീസിലുള്ള കപ്പാസിറ്റൻസ്, സി പി പാരലുള്ള കപ്പാസിറ്റൻസ്. സോ സി എസ് സി പി ഡിവൈഡ് ബൈ സി എസ് പ്ലസ് സി പി ആണ് സി ഇക്വലന്റ് എന്ന് പറയുന്നത്. ഈ രണ്ട് ഇക്വേഷൻസ് പഠിച്ചു വെക്കണം. സീരീസ് റെസൊണൻസിന്റെ കേസിൽ എഫ് എസ് ഇസ് ഈക്വൽ ടു 1 ബൈ 2 പൈ റൂട്ട് എൽ സി എസ്.
പാരലൽ റെസൊണൻസ് കേസിൽ എഫ് പി ഈക്വൽ ടു 1/2π√L C equivalent where C equivalent equals CS CP divided by CS plus CP. നമ്മളുടെ ക്വസ്റ്റിനകത്ത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോ ദ ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് ദ ക്രിസ്റ്റൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ക്രിസ്റ്റൽ സ്ട്രക്ചർ വരയ്ക്കുക, അതിന്റെ എക്സ്പ്ലനേഷന് ഈ പീസോ ഇലക്ട്രിക് എഫക്ട് വെച്ചിട്ടുള്ള എക്സ്പ്ലെയിൻ ചെയ്യുക, അതുപോലെ റെസൊണന്റ് കണ്ടീഷനും എക്സ്പ്ലെയിൻ ചെയ്യുക. ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഒരു പ്രോബ്ലം ആണ് ഇതിന്റെ കൂടെ ചോദിച്ചിരിക്കുന്നത്, എക്സ്പ്ലെയിൻ ഗിവൺ ദ പാരാമീറ്റേഴ്സ്. ഇതിനകത്ത് എല് സി എസ് ആർ എസ് പാരാമീറ്റേഴ്സ് എല്ലാം തന്നിട്ടുണ്ട്. ഡിറ്റർമൈൻ ദ റെസൊണന്റ് ഫ്രീക്വൻസീസ് ആണ്. ഏത് റെസൊണന്റ് ഫ്രീക്വൻസി ചോദിച്ചിട്ടില്ല, അപ്പോൾ നമുക്ക് സ്പെസിഫൈ ചെയ്തിട്ടില്ല. സോ സീരീസ് റെസൊണന്റ് ഫ്രീക്വൻസിയും പാരലൽ റെസൊണന്റ് ഫ്രീക്വൻസി രണ്ടും ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസ് എഴുതുക. എൽ എസ് ഈക്വൽ ടു 0.8 ഹെൻറി തന്നിട്ടുണ്ട്. സി എസ് ഈക്വൽസ് 0.08 പൈക്കോ ഫാരഡ് തന്നിട്ടുണ്ട്. ആർ എസ് ഈക്വൽസ് 5 കിലോ ഓം തന്നിട്ടുണ്ട്. ആൻഡ് സി പി ഈക്വൽസ് 1 പൈക്കോ ഫാരഡ് തന്നിട്ടുണ്ട്. എന്നിട്ട് റെസൊണന്റ് frequencies find out ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. Find the resonant frequencies. So we need to find first series resonant frequency. ഈ തന്നിരിക്കുന്ന വാല്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വലന്റ് സർക്യൂട്ടിനകത്തുള്ള ആർ എൽ സി എസ് സി പിയുടെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. റെസൊണന്റ് ഫ്രീക്വൻസി എക്സ്പ്രഷൻ നമ്മുടെ സീരീസ് റെസൊണന്റ് ഫ്രീക്വൻസി എക്സ്പ്രഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. സോ എഫ് എസ് ഈക്വൽ ടു 1/2π√. എല്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു എല്ലേ ഉള്ളൂ, ദാറ്റ് ഈസ് സീരീസിലാണ്, എൽ എസ് ആണ്. സോ 0.8 ഇൻറ്റു സി എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാല്യൂ ആണ്, ദാറ്റ് ഈസ് 0.08 പൈക്കോ ഫാരഡ്. നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്, ഇക്വേഷൻ അറിയണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ എഫ് എസിന്റെ എക്സ്പ്രഷനകത്ത് എല്ലിന്റെ വാല്യൂവും അതുപോലെ സിന്റെ വാല്യൂവും കൊടുത്തു, ദാറ്റ് ഈസ് 1/2π√0.8 ഇൻറ്റു 0.08 into pico means 10⁻⁻12. ഓക്കെ, ഇത് കാൽക്കുലേറ്ററിൽ സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്ന വാല്യൂ 629.43 കിലോ ഹേർട്സ് എന്ന് കിട്ടും. അപ്പോൾ യൂണിറ്റ് എഴുതണം, ഹേർട്സ് ആണ്, ഇവിടെ 10⁻³ വരും, അത് വെച്ചിട്ട് കിലോ ഹേർട്സ് വരും. സീരീസ് റെസൊണൻസ് ഫ്രീക്വൻസി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത്, ഇതിനകത്ത് സ്പെസിഫൈ ചെയ്യാത്തതുകൊണ്ട് പാരലൽ റെസൊണൻസ് ഫ്രീക്വൻസി ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതായത് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുക. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യണമെങ്കിൽ സി ഇക്വലന്റ് കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് വി വിൽ ഫൈൻഡ് ദ സി ഇക്വലന്റ്. സി ഇക്വലന്റ് ഈക്വൽ ടു സി പി സി എസ് ഡിവൈഡഡ് ബൈ സി പി പ്ലസ് സി എസ്. ഈ സി പിയും സി എസും എല്ലാം തന്നിട്ടുണ്ട്, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു സി പിയുടെ വാല്യൂ 1 ഇൻറ്റു 10⁻12 ഇൻറ്റു സി എസിന്റെ വാല്യൂ 1 ഇൻറ്റു 10⁻12 പ്ലസ് സി പിയുടെ വാല്യൂ 1 പൈക്കോ ഫാരഡ് ആണ്. സോ 1 ഇൻറ്റു 10⁻12 ഇൻറ്റു സി എസിന്റെ വാല്യൂ 0.08 പൈക്കോ 10⁻12 ഡിവൈഡ് ബൈ അതിന്റെ രണ്ടിന്റെയും സം വരും 1 ഇൻറ്റു 10⁻12 പ്ലസ് 0.08 ഇൻറ്റു 10⁻12. കാൽക്കുലേറ്ററിൽ ഒരു സിംപ്ലിഫൈ ചെയ്യുക. നമുക്ക് സി ഇക്വലന്റെ വാല്യൂ കിട്ടുന്നത് 7.4 ഇൻറ്റു 10⁻14 ഫാരഡ് എന്ന് കിട്ടും. കപ്പാസിറ്റൻസ് ആയതുകൊണ്ട് ഫാരഡ് ആണ്. അപ്പോൾ ഈ സി ഇക്വലന്റിനുള്ള വാല്യൂ കിട്ടി. ഇനി ബാക്കി എല്ലാം അറിയാം, സി ഇക്വലന്റ് വാല്യൂ അറിയാം, നമുക്ക് എഫ് പി ഫൈൻഡ് ഔട്ട് ചെയ്യാം. പാരലൽ റെസൊണൻസ് ഫ്രീക്വൻസി എഫ് പി ഈക്വൽ ടു 1/2π√. എല്ലിന്റെ വാല്യൂ 0.8 ആണ്. സോ 0.8 ഇൻറ്റു ഇവിടെ കണ്ടുപിടിച്ച സി ഇക്വലന്റെ വാല്യൂ 7.4 ഇൻറ്റു 10⁻14 സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് 654.45 ഫ്രീക്വൻസി ആൻഡ് ഹേർട്സ് വരും, കിലോ ഹേർട്സ് എന്ന് വരും. ഇതാണ് ഇതിന്റെ സൊല്യൂഷനായിട്ട് വരുന്നത്. അപ്പം ക്രിസ്റ്റൽ ഓസിലേറ്റർ വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പം ഈ ഒരു ഇക്വലന്റ് സർക്യൂട്ട് ഡയഗ്രം അറിഞ്ഞിരിക്കുക, അതിന്റെ വർക്കിംഗ് പീസോ ഇലക്ട്രിക് എഫക്ട് അറിഞ്ഞിരിക്കുക. അതുപോലെ രണ്ട് കണ്ടീഷൻസ്, സീരീസ് റെസൊണൻസ് കണ്ടീഷനിൽ സീരീസ് ആയിട്ടുള്ള എലിമെന്റിനുള്ള ഇമ്പിഡൻസ് ഉള്ള എക്സ്എല്ലും എക്സ് സി എസും ഈക്വൽ ആയിട്ട് വരും. അപ്പം അതിന്റെ വാല്യൂ മിനിമം ആയിട്ട് വരും. സോ മാക്സിമം ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ കിട്ടും. പാരലൽ വരുമ്പോഴത്തേക്ക് പാരലൽ എലമെന്റ്സ് ആണ്. ഇതിന്റെ സീരീസ് ആയിട്ടുള്ള ഇമ്പിഡൻസും ഇതിന്റെ പാരലൽ ആയിട്ടുള്ള ഇമ്പിഡൻസും. കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് എക്സ്
ഈക്വൽസ് എക്സ് പി ആയിട്ട് വരും. അപ്പോൾ അത് ഒരു മാക്സിമം ഇമ്പിഡൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഫ്രീക്വൻസി മിനിമം ആയിരിക്കും. അതിന്റെ ഗ്രാഫ് വരയ്ക്കുക. അതുപോലെ അതിന്റെ കറസ്പോണ്ടിങ് ഇക്വേഷൻസ് ക്വസ്റ്റിനകത്താണെങ്കിൽ ബാക്കി വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട്. അതിനകത്ത് റെസൊണൻസ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. ചിലപ്പോഴാണെങ്കിൽ ഈ 4 പാരാമീറ്ററിൽ ഏതെങ്കിലും 3 പാരാമീറ്ററും ഫ്രീക്വൻസിയും കൂടെ തന്നിട്ട് അതർ ഏതെങ്കിലും റെസിസ്റ്റൻസ് വാല്യൂ അല്ലെങ്കിൽ കപ്പാസിറ്റൻസ് വാല്യൂ അങ്ങനെയും ചോദിക്കാം. ഓക്കെ, ഇതിനകത്തിപ്പം ആ ഒരു ഇക്വേഷനകത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇതിന്റെ ഇക്വലന്റ് സർക്യൂട്ടിനകത്ത് ഈ 4 എലമെന്റ്സ് ആണ് വരുന്നത്. അപ്പൊ ഏതെങ്കിലും ഒന്ന് അൺനോൺ ആക്കിയിട്ട് ഇപ്പോൾ ഫ്രീക്വൻസി വരും. അപ്പൊ ആ എക്സ്പ്രഷൻ വെച്ചിട്ട് നമുക്ക് അൺനോൺ കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഈ എലമെന്റ്സ് എല്ലാം തന്ന് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി വേറൊരു ഇതിൽ നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ക്വാളിറ്റി ഫാക്ടർ ചോദിക്കാം. ഓക്കെ, അതിനൊരു ഇക്വേഷൻ ഉണ്ട്, ക്വാളിറ്റി ഫാക്ടർ. ക്വാളിറ്റി ഫാക്ടർ ആ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കുക. ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യൂ വെച്ചിട്ടാണ്. ക്യൂ ഈക്വൽ ടു ഒമേഗ എൽ ബൈ ആർ എന്നുള്ളതാണ്. ഈ ഒമേഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഫ്രീക്വൻസി വെച്ചിട്ട് സീരീസ് ഫ്രീക്വൻസിയാണ്. ഒമേഗ എസ് എൽ ബൈ ആർ എന്നുള്ളതാണ്. ഇപ്പോൾ ഒമേഗാസ് എന്ന് വെച്ചാൽ ഇൻ ടേംസ് ഓഫ് ഫ്രീക്വൻസി എന്ത് വരും? 2π fs എൽ ബൈ ആർ എന്ന് വരും. ക്വാളിറ്റി ഫാക്ടർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ എല് ആറും തന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഈ എഫ് എസ് കണ്ടുപിടിച്ചു. ഓക്കെ, ഏതാ? സീരീസ് റെസൊണൻസ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചു. അപ്പം ആ എഫ് എസ് അറിയാമെങ്കിൽ നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട് വി ക്യാൻ ഫൈൻഡ് ക്വാളിറ്റി ഫാക്ടർ. അപ്പോൾ ഇതും ചോദിച്ചിട്ടുള്ള പ്രോബ്ലം ആണ്. ഈ ക്രിസ്റ്റൽ ഓസിലേറ്ററിൽ നിന്ന് ക്വാളിറ്റി ഫാക്ടർ കണ്ടുപിടിക്കാം. ഇപ്പോൾ ക്യൂ ഈക്വൽ ടു ഒമേഗ എൽ ബൈ ആർ ആണ് ജനറൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. പക്ഷേ ക്രിസ്റ്റൽ ഓസിലേറ്ററിന്റെ കേസിൽ ഒമേഗ എന്ന് പറയുന്നത് ഈ ഒമേഗ എസ് ആണ്. കാരണം അവിടെയാണ് നമുക്ക് മാക്സിമം ഫ്രീക്വൻസി കിട്ടുന്നത്. റെസൊണൻസ് ഫ്രീക്വൻസി മാക്സിമം വരുന്നത് സീരീസ് റെസൊണൻസ് കണ്ടീഷനിലാണ്. അപ്പം ഒമേഗ ഇൻ ടേംസ് ഓഫ് ഫ്രീക്വൻസി എന്ന് വെച്ചാൽ എന്താണ്? 2π എഫ് ആണ്. ഒമേഗ എസിന് കറസ്പോണ്ടിങ് 2π എഫ് എസ് ആണ്. അപ്പം ഈ എഫ് എസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ച സീരീസ് റെസൊണൻസ് ഫ്രീക്വൻസിയുടെ ഫ്രീക്വൻസിയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഫുൾ സൊല്യൂഷൻ. നമ്മുടെ യൂട്യൂബ് ചാനലിൽ അല്ലോ സർക്യൂട്ട്സിന്റെ വീഡിയോസ്, എക്സാം ഓറിയന്റഡ് വീഡിയോസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ സൊല്യൂഷൻ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ആണ്. അതുപോലെ അതിന്റെ മെറ്റീരിയൽസ് www.btechmedc.com www.btechmedec.com എന്നുള്ള വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. ആ സൈറ്റ് ഒന്ന് നോക്കുക. അതിനകത്ത് മോഡ്യൂൾ വൈസ് യൂട്യൂബ് വീഡിയോസിന്റെ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോസ് യൂട്യൂബിൽ വാച്ച് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. ബിടെക് മെഡിസിൻ.